So we had learned that there are 28 or 29 letters. ഹംസയും അലിഫും കൂടെ ഒന്നിച്ച് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് 29 വരും. മനസ്സിലായല്ലോ? അതർവൈസ് നമ്മൾ 28 ആണ് പറയല്. സ്പോക്കൺ അറബിക്, റിട്ടൺ അറബിക് എന്ന് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ. ചില ആൾക്കാർ പറയും സ്പോക്കൺ അറബിക്കിലാണ് 28 ഉള്ളത്, പിന്നെ റിട്ടൺ അറബിക്കിൽ 29 ആണുള്ളത്, ഇങ്ങനെയൊക്കെ പറയും. എന്നിരുന്നാലും ഹംസ ഒരു എക്സ്ട്രാ ലെറ്റർ തന്നെയാണ്. ഓക്കെ, ഹംസ വാസ് ഫോം ലേറ്റർ ഓൺ. ഞാൻ പറഞ്ഞില്ല, ആദ്യ അക്ഷരങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന സമയത്ത്, അതിന്റെ ഷേപ്പും കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന സമയത്ത് ഹംസ ഉണ്ടായിട്ടില്ല. ഹംസ ലേറ്റർ ഓൺ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ 3 ക്ലാസ് കൊണ്ട് ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആക്കും. ഇന്നലെ നമ്മൾ 8 ലെറ്റേഴ്സാണ് കംപ്ലീറ്റ് ആക്കിയത്. ടുഡേ നമ്മൾ നോക്കിയിട്ട് 9 or 10. നാളെ വിൽ കംപ്ലീറ്റ് ഹോൾ ദ ലെറ്റേഴ്സ്. ഓക്കെ, ദെൻ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലെസൺ. അപ്പോഴേക്കും ഈ വീക്കിൽ എല്ലാ കുട്ടികളും നന്നായിട്ട് ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് നമുക്ക് ശരിയാക്കി എടുക്കാം. സൽഹ ഹാസ് ജോയിൻ, ഹനാൻ, റംസാൻ അല്ലെ? ഓക്കെ, ഉണ്ടാവും. ഞാൻ ഓരോരുത്തരെയും വിളിക്കാം. ഓക്കെ, ഞാൻ ജാല് വരെയാണ് ഇന്നലെ ക്ലാസ് എടുത്തത്. അതിന് മുമ്പ് ടീച്ചർ ഒരു പ്രാവശ്യം കൂടി വായിക്കാം, ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, ഇങ്ങനെ വരും. ഓക്കെ, ദാൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദാൽ, ലാം ഉണ്ട്, മനസ്സിലായല്ലോ? ഓക്കെ, സോ ടീച്ചർ ഓരോരുത്തരെ വിളിക്കാം. ഫസ്റ്റ് ഹൻഫ ഓദിക്കോ. ഹൻഫ വായിച്ചു. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ. Yes, good. നൈഫ. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ. Yes, good. മാഷാഅല്ലാഹ്. അടുത്തത് ഇമാദ്. ബ, ത, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ. Yes. Okay, very good. Next, സൽഹ. സൽഹ. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ. Yes, very good. ഹനാൻ. Yes, miss. Yes, ഓദിക്കോ. miss. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, 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 റോ. അവിടെ ഏതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ച ഹെവി ലെറ്റർ? വിച്ച് ഇസ് ദ ഫസ്റ്റ് ഹെവി ലെറ്റർ? ഓക്കെ, ക്യാൻ എനിവൺ ടെൽ മീ ഏതെല്ലാം? ഒരു മിനിറ്റ്, റംസാനും കൂടി വായിച്ചു. റംസാൻ മോനെ വായിച്ചു. റംസാൻ ഉണ്ടോ? മോന് വായിച്ചു. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ. യെസ്, വെരി ഗുഡ്. നൗ ടെൽ മീ ഹെവി ലെറ്റേഴ്സിന്റെ പ്രത്യേകത ടീച്ചർ എന്തെല്ലാം പറഞ്ഞത്? ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? എന്താ മാം? ഹെവി ലെറ്റേഴ്സ്. ഹെവി ലെറ്റേഴ്സിന് വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി? ലൈറ്റ് ലെറ്റേഴ്സും ഹെവി ലെറ്റേഴ്സും സെയിം പോലെയാണോ ഉച്ചരിക്കുന്നത്, ഓർ ഇസ് ദർ എ ഡിഫറൻസ്? എന്ത് ഡിഫറൻസ് ആണുള്ളത്? നമ്മൾ ഓതുമ്പോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് പറയുമ്പോ, ഹെവി ലെറ്റേഴ്സ് പറയുമ്പോ ഹെവി ലെറ്റേഴ്സിന്റെ വായ നല്ലോണം ഓപ്പൺ ആയിരിക്കും. ഇതാണ് സൗണ്ട്, ലൈക്ക് ഹോ, സ്വാദ്, ബോദ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ ബാക്കി ലൈറ്റ് ലെറ്റേഴ്സിനൊന്നും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ അലിഫ്, ബ, ത, സ അങ്ങനെ പറയാനേ പാടില്ല. നമ്മൾ കൂടുതലും ഏഷ്യൻസ്
ഇങ്ങോട്ടുള്ള ആൾക്കാരെല്ലാം ഇന്ത്യൻസ് അധികം ഇങ്ങനെയാ പറയാം. അത് നമ്മൾ പറയാൻ പാടില്ല. പിന്നെ ഈജിപ്ഷ്യൻസില് കൂടുതലും ചെരിവ് കൊടുക്കും. ഈജിപ്ഷ്യൻസ് എങ്ങനെ അലിഫ്, ബേ, തേ, സേ ഇങ്ങനെ കൊടുക്കും. അതും പറ്റൂല. നമ്മൾ അങ്ങനെ ചെയ്യണത് ലൈക്ക് ആവറേജ് രണ്ടിന്റെ ഇടയിൽ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, ലൈക്ക് അലിഫ്, ബ, ത, സ, ജീം, ഹ, ഹോ ഇങ്ങനെ വരും. ഹോ എന്ന് പറയുമ്പോ യോർ ലിപ്സ് സർക്കിൾ ആവാൻ പാടില്ല. ഓക്കെ, ദാൽ, ദാൽ, സാവും ദാലും ദീസ് 2 ലെറ്റേഴ്സിന് നമ്മൾ നാവ് ചെറുങ്ങനെ പുറത്തായിരിക്കും, മേലത്തെ പല്ലും ടച്ച് ആവണം. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? Yes, ma'am. Yes. Yes. Okay. Now we'll continue with the next letters. Next letter is raw. Raw നോക്കിക്കോ. നമ്മൾ ഇംഗ്ലീഷില് the apple is raw. The apple is raw എന്ന് പറയൂലേ, അതേപോലെ സൗണ്ട് ആണ്. റാ അങ്ങനെ ആക്കാൻ പാടില്ല. റാബിറ്റ് എന്ന് പറയൂലേ, നോ. റാബിറ്റ് എന്ന് പറയുമ്പോ നമ്മള് റാ എന്നാ പറയാ, റാബിറ്റ് അല്ലെ, റാബിറ്റ്. ദാറ്റ് ഈസ് എ റോങ് പ്രൊനൗൺസിയേഷൻ ഇൻ അറബിക്. മനസ്സിലായ? അങ്ങനെ പറയാൻ പാടില്ല. ഈ റാബിറ്റ് പോലെ അല്ല റാ എന്ന് പറയണ്ടേ. റാ, അൽഹംദുലില്ലാഹി റബ്ബിൽ. ചില കുട്ടികള്, ചില സ്റ്റുഡൻസ് അങ്ങനെ ഓതും, റബ്ബിൽ, നോ. റോ, ദ ആപ്പിൾ ഇസ് റോ, ദ ബനാന ഇസ് റോ എന്ന് പറയൂലേ, അതേപോലെ റോ. റോ ഫത്ഹ വരുമ്പോ ശ്രദ്ധിച്ചോ, ടീച്ചർ അത് പഠിപ്പിക്കും. ഫത്ഹയും ദൊമ്മയും കൊടുത്താല് ഹെവി ആയിട്ടാണ് റോ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ റോ ഇങ്ങനെയാ പറയണ്ടേ. റോ എന്ന് പറയുമ്പോ റാ, റാബിറ്റ് പോലെ ആവരുത്. ഷുഡ് ബി റോ, റോ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ റോ എന്നാക്കാനും പാടില്ല. റോക്കറ്റ് എന്നുള്ള റോ അല്ല, ഇറ്റ്സ് നോട്ട് റോ, റോക്കറ്റ്, ഇറ്റ് ഈസ് റോ. ഓക്കെ, ഈ ഒരു ടീച്ചർ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പൊ റോ ഇസ് എ ഹെവി ലെറ്റർ ആൻഡ് ഓൾസോ എ ലൈറ്റ് ലെറ്റർ. മനസ്സിലായ? 7 ഹെവി ലെറ്റേഴ്സ് ഉണ്ട്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അത് ഹെവി ആയിരിക്കും. ഫത്ഹ കൊടുത്താലും കെസ്ര കൊടുത്താലും ദൊമ്മ കൊടുത്താലും എപ്പോഴും ഹെവി ആയിരിക്കും. ബട്ട് റോ എന്ന അക്ഷരം, ലാം എന്ന അക്ഷരവും പിന്നെ അലിഫ് എന്ന അക്ഷരത്തിനും ക്വാളിറ്റി ചേഞ്ച് ഉണ്ട്. ചില സമയത്ത് കട്ടിയിലും ചില സമയത്ത് നേരിയതായിട്ട് ഉച്ചരിക്കും. അത് നമ്മൾ തജ്വീദ് കോഴ്സിൽ പഠിക്കും. കട്ടിയിട്ട് ലാമിനെ കൂട്ടുന്ന അള്ളാഹു അത് നമ്മൾ പഠിക്കട്ടെ. ഇപ്പൊ എല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ടീച്ചർ. നമുക്ക് ആദ്യം ലെറ്റേഴ്സ് ഫുള്ള് പഠിച്ചിട്ട്. അപ്പൊ റോ പിന്നെ അലിഫും ലാമിനും ഇങ്ങനെ നേരിയതും കട്ടിയതായിട്ടും, അതായത് ഹെവി ആൻഡ് ലൈറ്റ് എന്ന് ടീച്ചർ പറയും. ഹെവി ആൻഡ് ലൈറ്റ് ക്വാളിറ്റീസ് ഉണ്ട്. തൽക്കാലം അങ്ങനെ അറിഞ്ഞാൽ മതി. അപ്പൊ റോ മനസ്സിലായി അല്ലെ? റോ ബോത്ത് ഹെവി പ്ലസ് ലൈറ്റ് ലെറ്റർ. അതേപോലെ അലിഫും അങ്ങനെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ലെറ്റർ ലൈറ്റ് ആണ്. നമ്മൾ സെഡിന്റെ ശബ്ദം, റിയൽ സെഡ്, സീബ്ര. ഭയങ്കര ഷാർപ്പ് അല്ലേ സീബ്ര, സിബ് അല്ലെ? സോ ദാറ്റ് ഇസ് നിങ്ങൾ ഈ നോക്ക്, ഇങ്ങനെയുള്ള പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 പല്ലും മേലത്തെ താഴത്തെ പല്ലും ഏകദേശം അടുപ്പിച്ച് വരും. ഫുള്ള് ഇല്ല, ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ആവില്ല. എന്ന് പറയുമ്പോൾ ചെറുങ്ങനെ എയർ പുറത്തേക്ക് വരുന്നത്. ഒരു പീപ്പി വലിക്കുന്ന പോലത്തെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. അപ്പൊ ഡോണ്ട് തിങ്ക് അപ്പറും ലോവർ പല്ലും ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് വിചാരിക്കാൻ പാടില്ല. ചെറുങ്ങനെ കൂട്ടിമുട്ടും, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും. മനസ്സിലായ? അപ്പൊ എന്നാണ്. പിന്നെയുള്ള അക്ഷരം സീൻ, എസ് പോലെ, ഇതും ലൈറ്റ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ പേര്, സീൻ, സീൻ. ഓക്കെ, ഈസി ആണ്. അടുത്ത ലെറ്റർ ശ്രദ്ധിച്ചോ, സോദ്. ഈ സൗണ്ട് എല്ലാരും ശ്രദ്ധിച്ചോ കേട്ടോ. ടീച്ചർ എങ്ങനെ പറയുന്നത്? സോ എന്നാണ്. ഇതാണ് ഇംഗ്ലീഷിൽ തൽക്കാലത്തേക്ക് ടീച്ചർ എഴുതാണേ. ഡോണ്ട് സേ ലൈക്ക് ദിസ്. സ്വാദ്, സ്വാ, റോങ്. ഓക്കെ, ഡോണ്ട് സേ SW. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, സ്വാ, നല്ല സ്വാദുള്ള ഭക്ഷണം ഇങ്ങനെ പറയൂലേ, അതുപോലെയല്ല. സ്വാ എന്നല്ല. സ്വാ എന്ന് പറയുമ്പോൾ നിങ്ങളെ ചുണ്ടെല്ലാം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ടീച്ചർ എന്താ പറഞ്ഞത്? ഹെവി ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചുണ്ട് ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല, വായ ഓപ്പൺ ആയിരിക്കണം, എയർ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ അല്ലെ. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക?
ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഓ ഓ ഓ ഇങ്ങനെ സംസാരിക്കാം അല്ലെ. ഇപ്പൊ മുട്ട തിന്നു, മുട്ട ഒരു പുഴുങ്ങിയ മുട്ട വായിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് സ്പേസ് ഇല്ല അല്ലെ, ഫുള്ളും നിറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള കണ്ടീഷനാണ് ഹെവി ലെറ്റേഴ്സ് പറയുമ്പോൾ വരും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് പ്രൊട്രൂഡ് ദ ലിപ്സ്. ലിപ്സ് മുന്നിലേക്ക് പോകാനേ പാടില്ല ഹെവി ലെറ്റേഴ്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാം കണ്ണാടിയിൽ പോയിട്ട് നോക്കുക. ലുക്ക് അറ്റ് ദ മിറർ, ലുക്ക് ഇൻ ദ മിറർ ആൻഡ് ദെൻ ചെക്ക് ഇഫ് യുവർ ഹെവി ലെറ്റേഴ്സ് ആർ റൈറ്റ് ഓർ റോങ്. ലൈക്ക് സ്വാദ്, ദ്വാദ് എങ്ങനെയാണോ പറയുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇറ്റ്സ് ജസ്റ്റ് സ്വാദ്. ടീച്ചറെ നോക്ക്, കാണുന്നുണ്ട് എല്ലാവർക്കും ടീച്ചറിനെ? സ്വാദ്. ഞാൻ എന്താ ചെയ്യുന്നേ? ഞാന് ഉള്ളിലേക്ക് ഫുൾ എയർ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന പോലെ, മനസ്സിലായ? ഞാൻ പുറത്തേക്ക് തള്ളി വിടൂല. പുറത്ത് തള്ളി വിട്ടാ എങ്ങനെ വരാ? സ്വാദ്, ദ്വാദ് ഇങ്ങനെ വരും. ഓക്കെ, സോ അങ്ങനെ പറയണ്ട. ഇറ്റ് ഈസ് റോങ് പ്രൊണൗൺസിയേഷൻ. ഇതാണ് സ്വാദ്, ഇങ്ങനെ വരും സ്വാദ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ഓൾസോ എ ഹെവി ലെറ്റർ. സോ നമ്മൾ പഠിച്ച ഫസ്റ്റത്തെ ഹെവി ലെറ്റർ ഹ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വന്നത് സ്വാദ്, സ്വാദ്, സ്വാദ് ഇങ്ങനെ വരും. നെക്സ്റ്റ് ലെറ്റർ. ഓക്കെ, ദിസ് ഇസ് വെരി കൺഫ്യൂസിങ്. നിങ്ങൾ മദ്രസയിൽ പഠിച്ച മക്കളായതുകൊണ്ട് തന്നെ ചിലപ്പോ നിങ്ങൾ ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാ, ല്വാദ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. ല്വാദ്. ആ, ഇത് ശരിക്കും എന്താണ്? ഈ തജ്വീദില്ലേ, നമ്മൾ തജ്വീദിന്റെ സ്പെഷ്യൽ കോഴ്സ് അല്ലേ പഠിക്കുന്നത്. ശരിക്കും നിങ്ങൾ സൗദിയിലുള്ള സ്കോളേഴ്സിന്റെ വീഡിയോസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, പഠിക്കുമ്പോ തജ്വീദ്, ഖുറാന്റെ തജ്വീദിൽ പഠിക്കുമ്പോ റെഫർ ടു അറബ് സ്കോളേഴ്സ്. ഓക്കെ, അതില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ലൈക്ക് ദിസ്. ടീച്ചർ എഴുതട്ടെ ഇംഗ്ലീഷില്. എന്നാണ്. ഇതും കട്ടിയുള്ള അക്ഷരാണ്. ഓക്കെ, ഞാൻ കട്ടിയുള്ള അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഐ വിൽ ബി പുട്ടിങ് എ സർക്കിൾ. ഇത് രണ്ടും പഠിച്ചു. നൗ തേർഡ് ഹെവി ലെറ്റർ നിങ്ങൾ ചില കുട്ടികൾ വിചാരിക്കും ഇതെന്താ ആദ്യമായിട്ട് പഠിക്കുന്ന പോലെ ഉണ്ടല്ലോ. ശരിക്കും ഇതാ ലെറ്റർ. ഓക്കെ, എന്താ ഫാത്തിഹ ഇല്ലേ, നിങ്ങൾ എന്താക്ക യൂട്യൂബിൽ പോയിട്ട് ഫാത്തിഹ എടുക്കുക. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ. ആ, ഏതെങ്കിലും കുറെ കാര്യങ്ങൾ ഉണ്ടാവും. കാര്യങ്ങൾ എന്താണ്? ഖുറാൻ ഓതുന്ന വലിയ വലിയ 10 ഖിറാത്ത്, അതായത് നല്ലോണം ഖുറാൻ ഹിഫ്ള് ചെയ്ത കുറെ ആൾക്കാരില്ലേ, മിഷാരി അൽഫാസി, അതേപോലെ ഇബ്രാഹിം അൽ അഖ്താർ, ഷെയ്ഖ് സുദൈസ്, ഇങ്ങനെയുള്ള ഒരുപാട് സ്കോളേഴ്സ് ഉണ്ട് മദീനത്ത് മക്കത്തിൽ ഓതുന്നത്. അപ്പൊ ഇവരുടെ ഫാത്തിഹ നിങ്ങൾ എടുക്കണം. ഫാത്തിഹ എടുത്താൽ എന്താ മനസ്സിലാവാ? ലാസ്റ്റത്തെ ആയത്തില് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി, ഇതാണ് വേർഡ്. മഗ്ദൂബി എന്ന വേർഡ് നമ്മളെങ്ങനെ വായിക്കുന്നേ? ഗൈരിൽ മഗ്ലൂബി, മഗ്ലൂബി ലൂ അല്ല, ഇറ്റ് ഈസ് ദു. മനസ്സിലായ? ദു ഇങ്ങനെ ആയിരിക്കണം ശരിക്കും. പക്ഷെ ടീച്ചർ പറഞ്ഞില്ലേ ഹെവി ലെറ്റർ ആയത് കാരണം തന്നെ നോർമൽ ദാല് പോലെയുള്ള ശബ്ദമില്ല. ഏകദേശം ദാല് പോലെയാണ്, പക്ഷെ ദാൽ ഇസ് എ ലൈറ്റ് ലെറ്റർ. ഇറ്റ് ഇസ് എ ലൈറ്റ് ലെറ്റർ. വി ആർ പ്രൊനൗൺസിങ് ദോദ്, ഹെവി. ഇറ്റ് ഇസ് എ ഹെവി ലെറ്റർ. അപ്പൊ ദോദ്, വായിൽ നിറച്ചു എയർ ഉണ്ട് ടീച്ചറിന്റെ. കണ്ടാ, ടീച്ചർ മഗ്ദൂന വായിക്കുന്നത് ഇങ്ങനെ. മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നല്ല, വലദ്ദാദാണ്, വലദ്ദാലീൻ. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കും. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് കറക്ഷൻ ചെയ്യാൻ പറ്റും. ഇശാ നിസ്കരിക്കുന്ന സമയത്ത് ടീച്ചർ പറയുന്ന ഈ ഒരു എറർ ഇല്ലേ, നമ്മൾ ചെയ്യുന്ന തെറ്റ്, ഒരു മിസ്റ്റേക്ക് ആണ് ആക്ച്വലി. ആ മിസ്റ്റേക്ക് കറക്റ്റ് ആക്കാൻ നോക്കണം. വിൽ യു ഓൾ ട്രൈ? യെസ്, this is the correct pronunciation of the letter ദോദ്. അപ്പൊ ഈ ടീച്ചർ നിങ്ങൾക്ക് നോട്ട്സ് എഴുതുമ്പോ എപ്പോഴും ടീച്ചർ ഇംഗ്ലീഷിലും കൂടി നിങ്ങൾക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ തരും. ഓക്കെ, അപ്പൊ ദോദ് അയക്കുമ്പോ എന്താ മോനെ? യെസ് യെസ്.
ബിഫോർ റംസാൻ ആൻഡ് ഇമാദ് വാസ് ദെയർ ഇൻ എ കോഴ്സ് അവർക്ക് ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദ്വാദ് എപ്പോഴും ശ്രദ്ധിക്കണേ, തെറ്റിപ്പോലെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളെ ഉസ്താദും തജ്വീദ് പഠിച്ചതല്ലേ? യെസ്, അതാ പറഞ്ഞത്. ചില ഏഷ്യൻ കൺട്രീസിൽ ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ആസ് എ തജ്വീദ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് പ്രൊണൗൺസിയേഷനിലേക്ക് പോകണം. അപ്പൊ ഉസ്താദിന് ചിലപ്പോ നിങ്ങളിപ്പോ മദ്രസയിലുള്ള കുട്ടികളാണെങ്കിൽ ദ്വാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ് പറയും എല്ലാ മോനെ ലോദ് എന്നാണ്. ടീച്ചറിന്റെ മക്കളെ ഉസ്താദിന്റെ അവരുടെ മദ്രസയിലെ ലോദ് എന്നാണ് പഠിപ്പിക്കുന്നത് കേട്ടാ. ബട്ട് ഞാൻ കുറെ ടീച്ചറും ആദ്യം ഇങ്ങനെ പഠിച്ചു. ബട്ട് വെൻ ഐ സ്റ്റഡി ദ തജ്വീദ് കോഴ്സ് പ്രോപ്പർലി, നമ്മൾ ശരിക്കും തജ്വീദിന്റെ കോഴ്സ് പഠിച്ചപ്പോ മനസ്സിലായത് ശരിക്കും ദ്വാദ് എന്നാണ്. ഓക്കെ, ദ്വാദ് മനസ്സിലായല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയി അങ്ങനെ ദ്വാദ് എന്ന് പറയുന്നത്? ജസ്റ്റ് ടീച്ചർ എഴുതുന്ന പോലെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലത്തേക്ക് വേറൊന്നും അറിയണ്ട. പല്ലിന് മേലെ നാവിന്റെ അറ്റം ടച്ച് ചെയ്യരുത്. നമ്മൾ ലോദ് എന്ന് പറയുമ്പോ പല്ല് മേലെ ടച്ച് ആവുന്നില്ലേ? പല്ലിന്റെ മേലെ ടച്ച് ആവുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ ചെയ്യണ്ട. ഓക്കെ, ദ്വാദ് മനസ്സിലായി? അത്രേ ഉള്ളൂ. ദ്വാദ് ക്ലിയർ എവരിവൺ? ഫാത്തിമ മനസ്സിലായ? ഹൻഫ യെസ് നോ? നൈഫക്കെല്ലാം മനസ്സിലായ? ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ റോ, സ, സീൻ, ഷീൻ, സ്വാദ്, ദ്വാദ്. ഓക്കെ, ഗൈന് വരെ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, എന്നിട്ട് ടീച്ചർ ഒന്ന് എല്ലാവരെ കൊണ്ട് വായിപ്പിച്ചിട്ട് വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്. ടീച്ചറിന്റെ ബേബി ഉള്ളത് കൊണ്ടാണ് ടീച്ചർ പെട്ടെന്ന് ക്ലാസ് തീർക്കുന്നത് കേട്ടോ. 1 hour ഇരിക്കുമ്പോൾ ചിലപ്പോൾ കഴിയും. സോ സ്പീഡിൽ കുറച്ച് പോർഷൻ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം നമുക്ക്. ഓക്കെ, മാക്സിമം 40-45 മിനിറ്റ്സേ ക്ലാസ് ഉണ്ടാവുള്ളൂ. 1 hour കംപ്ലീറ്റ് എടുക്കാൻ പറ്റൂല. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഐ നീഡ് യു ഓൾ ടു ഓൺ യുവർ ഓഡിയോസ്. ടീച്ചറിന്റെ ഓഡിയോ ആണ് മെയിൻ വേണ്ടത് കേട്ടാ. സ്റ്റാർട്ട് ചെയ്യാം. റിപ്പീറ്റ് വിത്ത് മീ. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ. Remember, kha is a heavy letter. Okay. Dal, ശ്രദ്ധിക്കണേ, നമ്മൾ 2 സാല് പഠിക്കുന്നുണ്ട്. ഇത് സാൽ എന്നാണ്, ഇത് സാൽ എന്നാണ് അല്ലെ? വാട്ട് അബൌട്ട് ദിസ്? ഇത് സാ. ഡോണ്ട് സേ ബോത്ത് ലെറ്റേഴ്സ് സെയിം. മനസ്സിലായ? ഒരു മിനിറ്റ്, എന്താണ്? സംബഡി ഹാസ് റിട്ടൺ സംതിങ്. എന്താ മോനെ ചാറ്റിൽ എന്താ ഉള്ളേ? ഓക്കെ ഡിയർ, യു ലിസൺ ടു ദ റെക്കോർഡ്. ടീച്ചർ എല്ലാ ദിവസവും റെക്കോർഡിംഗ് അപ്ഡേറ്റ് ആക്കുന്നുണ്ട്. ടീച്ചറിന് 2 ചാനൽ ഉണ്ട്. ഓക്കെ, കിഡ്സിന്റെ ചാനലുണ്ട്, നോർമൽ ചാനലുണ്ട്. കിഡ്സിന്റെ ചാനലിലേക്കാണ് ടീച്ചർ ഇത് നിങ്ങൾക്ക് പബ്ലിഷ് ആക്കി തരുന്നത്. ഇത് ടീച്ചറിന് റെക്കോർഡിംഗ് ഡൗൺലോഡ് ആക്കിയിട്ട് വേണം അപ്ലോഡ് ആക്കാൻ യൂട്യൂബിലേക്ക്. മനസ്സിലായ? അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെങ്കിലും ആയിട്ടും ആബ്സെന്റ് ആയ കുട്ടികൾ എന്താക്കുക, എങ്ങനെങ്കിലും ആയിട്ടും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നെറ്റ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും കേട്ടിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ എന്താ പ്രശ്നം വരാം? ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ തപ്പിപ്പിടിക്കും അല്ലെ? നമുക്ക് ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ തന്നെ അല്ലേ? ക്ലാസ് മിസ്സായാല് ടീച്ചർ പറയും വാട്ട് ഡിഡ് വി ടേക്ക് യെസ്റ്റർഡേ എന്ന് ചോദിക്കുമ്പോൾ ആബ്സെന്റ് ആയ കുട്ടിക്ക് ഒന്നും മനസ്സിലാവും. സോ അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞ റെക്കോർഡിംഗ് എല്ലാം നിങ്ങൾക്ക് ടീച്ചർ തരുന്നില്ലേ? ടീച്ചർ അത്രയും നിങ്ങൾക്ക് തരുന്നുണ്ട്, റെക്കോർഡിംഗ് തരുന്നുണ്ട്, കേൾക്കാൻ സമയം ഉണ്ടാവും എന്തായാലും. അപ്പൊ സ്കൂൾ വിട്ടു വന്നിട്ട് 7:30 ക്ലാസ്. സോ സ്റ്റിൽ യു ഹാവ് 2 hours ഇൻ ബിറ്റ്വീൻ. അപ്പൊ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും ഓക്കെ മിസ്സായ ക്ലാസ് കേട്ടിട്ട് വരണം. ഓക്കെ, ഡോണ്ട് വറി, ഈസിയാണ്. അതൊരു ബേർഡനെ പോലെ കരുതാൻ പാടില്ല. നമ്മൾ അള്ളാന്റെ കലാമം പഠിക്കുമ്പോൾ വലിയ തലവേദന ആയല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് ശൈത്താൻ നിങ്ങളെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശൈത്താൻ എന്താക്കും, ഇതെന്തിനാ ഇപ്പൊ പഠിക്കുന്നേ, എനിക്ക് വേറെ എന്തെങ്കിലും പഠിച്ചൂടെ, എനിക്കിപ്പോ ഒരു ഗെയിം കളിച്ചൂടെ, പാട്ട് കേട്ടൂടെ, ഫിലിം കണ്ടൂടെ, ഇങ്ങനെ തോട്ട് വരും. ഓക്കെ, ഇല്ലാത്ത ഒരു വേറെന്തല്ലോ ചെയ്യാൻ ഭയങ്കര പൂതിയാവും നമുക്ക്.
ഖുറാൻ പഠിക്കുമ്പോഴാണ് എപ്പോഴും ഇത് സംഭവിക്കുക. എനിക്ക് എങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. ഐ ഓൾസോ പേഴ്സണലി എക്സ്പീരിയൻസ് ദിസ്. നമുക്ക് ഖുറാൻ നോക്കുമ്പോൾ ഒരു പേജ് വായിക്കുമ്പോഴേക്കും ഉറക്ക് വരുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോഴത്തേക്ക് ബേബി കരയും, കുട്ടികൾ ഒച്ചപ്പാടാക്കും. മനസ്സിലായ? സോ നമ്മൾ എന്താ പറയാ, നമ്മൾ മാക്സിമം ഫ്രീ ടൈം യൂട്ടിലൈസ് ഫോർ ഗുഡ് തിങ്സ്. ഓക്കെ ഡിയേഴ്സ്? ഇൻഷാല്ല. ടീച്ചർ ഖുറാൻ മാത്രം പഠിക്കാനല്ല പറഞ്ഞു, നിങ്ങൾ സ്കൂളിലെ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ബോത്ത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതാണ് സക്സസ്. നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അള്ളാഹിനോട്? റബ്ബന ആതിന ഫിദ്ദുനിയ. ബാക്കി ആരെങ്കിലും അറിയോ ദുആ? Does anyone know that dua? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അത് ഖുറാനിൽ ഉള്ള ഒരു ദുആ ആണ്, നല്ലൊരു ദുആ എന്നത്. ഖുറാനിൽ എത്ര റബ്ബന ദുആസ് ഉണ്ടെന്ന് അറിയോ? 40 റബ്ബന ദുആസ്. പഠിച്ചാൽ നല്ലതാണ് കേട്ടാ. അപ്പൊ അതെല്ലാം നബിമാര് അള്ളാഹുവിനോട് ചോദിച്ച ദുആസാണ്. അതിലൊരു ദുആ ആണ് നമ്മൾ പഠിക്കുന്നത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അസാബന്നാർ. എന്താ പറയുന്നത്? ഓ റബ്ബേ, ഓ അള്ളാഹ്, എനിക്ക് റബ്ബന ആതിന, എനിക്ക് താ, എന്ത് എനിക്ക് തരൂ, ഫിദ്ദുനിയ, ഈ ദുനിയാവില്, ഹസന, ഹസന എന്ന് പറഞ്ഞതാണ്, ഹസന എന്ന് പറഞ്ഞ വേർഡിന്റെ പേരിന്റെ മീനിങ് എന്നാണ് ഗുഡ് തിങ് എന്നല്ലേ. അപ്പൊ ഓ ഗോഡ്, ഗിവ് മീ ഗുഡ് തിങ്സ് ഇൻ ദിസ് ദുനിയ, വ ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി, ആൻഡ് ആഖിറത്തിലും. നമുക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണ്ടേ? നമ്മളെല്ലാരും ഒരിക്കൽ വീൽ ഓൾ ഡൈനോ, അന്ന് നമുക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണം. മരിച്ചു കഴിഞ്ഞിട്ട് ഖബറിൽ നമ്മൾ കിടക്കുമ്പോ അവസാന നാളില് അള്ളാഹിനെ നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ? സോ വെൻ ദിസ് ഹാപ്പൻസ്, വെൻ വി ആർ ഗോയിങ് ടു ദ ഖബർ ആൻഡ് ദെൻ വി വാണ്ട് ടു മീറ്റ് അള്ളാഹ്, നമ്മൾ ചോദിക്കുന്നത് ആ ടൈമും നമുക്ക് നല്ലത് തരണേ. മനസ്സിലായ? ഈ ദുനിയാവ് മാത്രല്ല മുസ്ലിംസിന്, അല്ലെ? വി ആർ ഹാവിങ് അനദർ വേൾഡ് ടു എക്സ്പീരിയൻസ്. അതാണ് ഇയർ ആഫ്റ്റർ. അപ്പൊ ആ സമയത്ത് അള്ളാഹ് നമ്മളോട് ചോദിക്കൂല, നീ സയൻസ് പഠിച്ചിനാ, നീ മാത്സ് പഠിച്ചിനോന്നല്ല ചോദിക്കുക. വാട്ട് വിൽ അള്ളാഹ് ആസ്ക്? എന്തായിരിക്കും അള്ളാഹ് ചോദിക്കുക? ഇതിലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അള്ളാഹിന്റെ അടുത്ത്. വെറുതെ ഗസ് ചെയ്യാൻ പറ്റുമോ? നീ നിസ്കരിക്കാറുണ്ടോ? നിസ്കാരം ശരിയാണോ? അതേപോലെ തന്നെ നമ്മൾ നോമ്പെടുത്തത് ശരിയാണോ? നമ്മള് മാതാപിതാക്കളോട് നല്ലോണം പെരുമാറിനോ? നിങ്ങൾ മറ്റുള്ളവരോട് മോശമായിട്ടാണോ പെരുമാറിയത്? ഡിഡ് യു മേക്ക് ഫൺ ഓഫ് അതേഴ്സ്? എന്തെല്ലാം മാതിരി ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ട്. നമ്മൾ കാണാണ്ട് കള്ളത്തരം ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ചില പാപങ്ങൾ അള്ളാഹു ഫോർഗീവ് ചെയ്യും, ചില പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ പറ്റില്ല. ബട്ട് നമ്മൾ സിൻസിയർ ആയിട്ട് ഏത് പാപമാണ് അള്ളാഹ് പുറത്തു തരാത്തെ? ഒരിക്കലും പുറത്തു തരാത്തൊരു തെറ്റുണ്ട്. നമ്മൾ എന്ത് കുറ്റം ചെയ്താലും അള്ളാഹു പുറത്തു തരും. ബട്ട് ഇഫ് യു ഹാവ് ഡൺ 1000 സിൻ, ടീച്ചർ ഒരു കാര്യം ചോദിക്കുന്നത്, 1000 തെറ്റുകൾ ചെയ്താൽ അള്ളാഹു പുറത്തു തരും. പക്ഷെ അത് നമ്മൾ സിൻസിയർ ആയിട്ട് അള്ളാഹിനോട് പറയണം, അള്ളാഹ് പ്ലീസ്, ഞാൻ ഇത്ര തെറ്റ് ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണേ. പക്ഷെ ഒരു സിന്നുണ്ട്, അത് ചെയ്താൽ അള്ളാഹ് പുറത്തു തരില്ല. വാട്ട് ഇസ് ദാറ്റ്? ഷിർക്ക്. യെസ്. വേറെ ആർക്കും അറിയില്ലത്? ഹൂ സെഡ് ദാറ്റ്? വേറെ ആർക്കും അറിയില്ല? ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Does anyone know what is shirk? Praying other than Allah. യെസ്. ആ വേർഡിന്റെ പേര് ഷിർക്കാണ്. അതിനർത്ഥം എന്താണ്? അള്ളാഹു അല്ലാണ്ട് നമ്മൾ വേറെ ബിംബങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാരെ ആരാധിക്കൽ. വി ആർ വേർഷിപ്പിംഗ് ദം. ഓക്കെ? മേ ബി ഐഡൽസ്. അത് തെറ്റാണ്. നമുക്ക് അള്ളയാണ് നമ്മൾ ക്രിയേറ്റർ. അള്ളാഹുവാണ് നമുക്ക് എല്ലാം തന്നത്. അള്ളാഹ് നമ്മൾ സൃഷ്ടിച്ചത്. സോ വി ഷുഡ് നോട്ട് വേർഷിപ്പ് അതേഴ്സ്. ചില ആൾക്കാർ സണ്ണ്, മൂണ്, പ്ലാനറ്റ്സിനെല്ലാം വേർഷിപ്പ് ചെയ്യും, ട്രീസിനെ വേർഷിപ്പ് ചെയ്യും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? മുശ്രിക്കീൻ എന്നാ പറയാ. മനസ്സിലായോ? ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ മുശ്രിക്കീൻ എന്നാ പറയാ. അവർക്ക് അള്ളാഹ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവര് വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നു. ആ തെറ്റ് അള്ളാഹു ഒരിക്കലും പുറത്തിരില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ കുറെ തെറ്റ് ചെയ്യട്ടെ, ഞാൻ അള്ളാഹ് എനിക്കെല്ലാം പുറത്തിരുന്നു, അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ഓക്കെ? നമ്മൾ മാക്സിമം നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാം. ഓക്കെ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ ലൈഫിൽ. നിങ്ങളെല്ലാം വലിയ പെൺകുട്ടികളാവാൻ പോകുന്നതാണ്, ആൺകുട്ടികളും. ടീനേജ് പ്രായത്തിൽ എത്താൻ പോകുമ്പോ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോ നിങ്ങളുടെ ലൈഫിൽ വരും. പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. അള്ളാഹിനോട് ചോദിച്ചാൽ മതി. സിൻസിയർ, അള്ളാഹ് നീ എന്നെ
മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേ. മനസ്സിലായ? ചിലപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ബോയ്സ് മെസ്സേജ് അയക്കും, ചിലപ്പോ ഇൻസ്റ്റാഗ്രാമിലോ. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കണ്ടേ? ഞാൻ ഉമ്മ കാണാണ്ട് ചാറ്റ് ചെയ്തിട്ട് നോ, അള്ളാഹു കാണുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ള ചിന്ത മനസ്സിൽ ഷെയ്ത്താൻ തോന്നിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചാറ്റ് ചെയ്യൂ, നമ്മൾ പ്രശ്നമില്ലല്ലോ ചാറ്റ് ചെയ്യുന്നതിന്. അങ്ങനെ ചാറ്റ് ചെയ്ത് മോശമായിട്ടുള്ള രീതിയിൽ എത്തിയേക്കാം. അപ്പൊ അള്ളാഹിനോട് എപ്പോഴും നമ്മൾ എന്തിനാ അങ്ങനെ പോയിട്ട് ചാറ്റ് ചെയ്തത്? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? കുറെ ഗേൾസ് ഇങ്ങനെ കുടുങ്ങി പോയിട്ടില്ലേ? എന്താ സംഭവിച്ചേ? ഇവര് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വേറെ ഏതെല്ലോ ആൾക്കാരോട് ചാറ്റ് ചെയ്യും. എന്നിട്ട് ചില ബോയ്സ് പറ്റിക്കും ഗേൾസിനെ, എന്നിട്ട് പറയും ഫോട്ടോ അയച്ചുതരോ, ഇതാക്കി തരോ. നമ്മൾ വിചാരിക്കുക നമ്മളെ ഫ്രണ്ട് അല്ലേ, നമ്മൾ ചങ്ങായി അല്ലേ, ഇങ്ങനെ വിചാരിക്കും. പക്ഷെ എന്താ സംഭവിക്കുക? ഈ ബോയ്സ് നിങ്ങളെ പറ്റിക്കും. ഞാൻ എല്ലാ ബോയ്സിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടാ. ഐ എം നോട്ട് ടെല്ലിങ് എവറി ബോയ്സ്. നല്ല ആൺകുട്ടികളും ഉണ്ട്, അള്ളാനെ പേടിയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അള്ളാനെ പേടിയില്ലാത്ത ആൾക്കാർ എന്തൊക്കെ മിസ്യൂസ് ചെയ്യും നിങ്ങളെ ഫോട്ടോസ്, നിങ്ങളെ പറ്റിട്ട് ബാഡ് പറയും. അവള് അങ്ങനെയെന്ന് ഇങ്ങനെയെന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട. നമ്മളെ ഉമ്മാനെയും വാപ്പാനെയും, നമുക്ക് നമ്മളെ ഏറ്റവും ഇഷ്ടം നമുക്ക് ഉമ്മാനെയും ഉപ്പാനെയും. അപ്പൊ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല അല്ലേ? നമ്മൾ എന്തിനാ അങ്ങനെ? അപ്പൊ നാണക്കേടായി. അങ്ങനെയല്ലേ കുറെ പ്രശ്നം വരുന്നത് ഈ ലോകത്ത് അല്ലെ? നമ്മൾ നല്ലതാവാ, നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞെടുക്കും. അഥവാ നിങ്ങൾ ട്രാപ്പിലത് വീണ് പോയി എന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ, അങ്ങനെ ആയിപ്പോയാൽ തന്നെ അള്ളാഹുവിനോട് നല്ലോണം തൗബ ചെയ്യാം. അള്ളാഹ്, നീ എനിക്ക് പുറത്തരണേ, ഞാൻ എന്റെ ഉമ്മാനും ഉപ്പാനെ വിഷമിപ്പിച്ചു പോയില്ലേ റബ്ബെ, പ്ലീസ് ഫോർഗിവ് മീ. പിന്നെ നിങ്ങൾ ഒന്നും ഉമ്മാനെ വാപ്പാനെ ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമ്മൾ ട്രാപ്പിൽ വീണു പോകും. ഗേൾസ് എസ്പെഷ്യലി. നിങ്ങളെ ചെറിയ പെൺകുട്ടികളല്ലേ, അപ്പൊ അധികം ഗേൾസിനെ ഇങ്ങനെ നോട്ടിട്ടിടും ചില ആൾക്കാർ. സോ ബി കെയർഫുൾ. അത്രേ ടീച്ചറിന് പറയാനുള്ളൂ. ടീച്ചറിനും പെൺമക്കളുണ്ട്. അപ്പൊ ടീച്ചർ നിങ്ങളോട് പറയുന്നത് നിങ്ങളും എന്റെ മക്കളെ പോലെ തന്നെ ടീച്ചർ കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത് കേട്ടോ. സോ ബി ഗുഡ്, ഡു ഗുഡ്. ഓക്കെ, ബോറടിച്ചാ? ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയൂ. വെറും നമ്മൾ അലിബാത്തല്ല. ഓക്കെ, ഈ ഖുറാൻ പഠിക്കുന്ന കൂടെ നമ്മള് ബെറ്റർ ആക്കുകയെന്ന് വേണ്ടത് അല്ലെ? നമ്മള് ഈ 6 മാസത്തെ ട്രെയിനിങ്ങില് നമ്മളെ തന്നെ ഒന്ന് നല്ല അടിപൊളി ആവണ്ടേ നമുക്ക്? നൗ സി, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊന്നും ഇതിനായിട്ട് ഉമ്മാന്റെ ഹെൽപ്പ് ഒന്നും ചെയ്യാത്ത മക്കളാന്ന് വിചാരിച്ചു. ഓക്കെ, യു ആർ നോട്ട് അറ്റ് ഓൾ എൻട്രിങ്. ഇല്ല, ഫുഡൊന്നും ഉണ്ടാക്കാൻ ടീച്ചർ പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഉമ്മക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാലോ അല്ലെ? ആ, ടീച്ചറിന്റെ ബേബി ഗേൾ ആണ്. ഓക്കെ, അപ്പൊ അപ്പൊ നമ്മള് ഇപ്പൊ ഇതുവരെ നിങ്ങളെ ഉമ്മാനെ ഹെൽപ്പ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങള് തിന്നിട്ട് എണീച്ചിട്ട് പോകും. ഉമ്മ എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു ദിവസം ചേഞ്ച് ചെയ്ത് നോക്കിയാ, ഉമ്മാക്ക് പ്ലേറ്റ് എല്ലാം എടുത്തു കൊടുത്ത്, ബോയ്സും നോട്ട് ഓൺലി ഗേൾസ്. ഓക്കെ, യു ഹാവ് ടു, ബോയ്സ് ഓൾസോ ഷുഡ് ഹെൽപ്പ് യുവർ മോം. അപ്പൊ നിങ്ങൾ അതെല്ലാം ചെയ്യുമ്പോൾ ഉമ്മാക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ഇവിടെ അള്ളാഹ് നിങ്ങൾക്ക് കൂലി തരും. ബിക്കോസ് ഉമ്മാക്കും ഉപ്പാക്കും ചെയ്തു കൊടുക്കുന്ന കാര്യത്തിന് ഭയങ്കര കൂലിയാണ്. ഉമ്മാന്റെ കാലിന്റെ അടിയിലാ സ്വർഗം എന്ന് പറയുന്ന കേട്ടില്ല? യെസ്, കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അതിന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ ഇപ്പൊ നോക്കുക പോയിട്ട് സ്വർഗം ഉണ്ടോന്ന്? ആ, എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ പറയുന്നത്? അത് ആർക്കെങ്കിലും അറിയോ? ഉമ്മമാർ കഷ്ടപ്പെട്ട് നമ്മൾ 9 മാസം ക്യാരി ചെയ്തോണ്ടാ. അതെ, യെസ്, വെരി ഗുഡ്. ബിക്കോസ് ഉമ്മമാര് 9 മാസം നിങ്ങളെ വയറ്റിൽ വെച്ചിട്ട് പ്രസവിക്കുന്നതാണ്. ഒരുപാട് പെയിൻ ആണത്, ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് അവരെ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ നമ്മൾ എണീക്കും. ഈ സ്റ്റേജ്, ഇപ്പൊ ടീച്ചറിന്റെ ബേബിന്റെ സ്റ്റേജ് ഇല്ലേ, അത് ഭയങ്കര ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണ്. നിങ്ങളെല്ലാം ബാക്കിയുള്ള ആൾക്കാർ ഉറങ്ങുമ്പോ ഉമ്മ എണീറ്റിട്ട് പാല് കൊടുക്കൂ, അതാക്കൂ ഇതാക്കൂ, പാമ്പേഴ്സ് മാറ്റി കൊടുക്കും. അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞാൽ കുറച്ച് വലുതായി, നിങ്ങളെ പല്ല് തേപ്പിക്കണം, ഇതാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ ഇവിടെ എത്തിയത് അല്ലെ? അപ്പൊ സ്റ്റിൽ കോൺസ്റ്റന്റ് വർക്കിംഗ് ആണ് മദേഴ്സ്. 24 hours ഡ്യൂട്ടി ആണ് അവർക്ക്. ഭക്ഷണം ആക്കണം, നിങ്ങൾ ഡ്രസ്സ് മാറ്റണം, ഇതാക്കണം. ടഫസ്റ്റ് ജോബ് ഇസ് എ മോംസ് ജോബ്. എനിക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ മദേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളെ ഉമ്മയിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയത് അല്ലെ? അപ്പൊ നിങ്ങള് പാരന്റ്സ് ഭയങ്കര പേടിയാണ്, അല്ല നമ്മളെ മക്കള് ട്രാപ്പിൽ വീണു പോവോ, എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ. അപ്പൊ എപ്പോഴും ഉമ്മമാർ ദുആ ചെയ്യും അല്ലെ? അല്ലാഹുവേ, എന്റെ മക്കൾ നീ നേരായ മാർഗത്തിലാക്കണേ, നന്നാക്കണേ, നിന്നെ ഇഷ്ടപ്പെടുന്ന മക്കളാക്കണേ. അള്ളാന്റെ മാർഗത്തിൽ പോയാൽ രക്ഷപ്പെട്ടു, അള്ളാഹ് പറയുന്ന അനുസരിച്ചാല് നിങ്ങളുടെ ലൈഫ് സെറ്റായി. നമുക്ക് ലൈഫ് സെറ്റ് ആവെന്ന് പറഞ്ഞ എന്താണ്? വലിയ വീടും കാറൊന്നും അല്ല. ഇഫ് യു ലിസൺ വാട്ട് ഇസ് ദെയർ ഇൻ ഇസ്ലാം, അതായത്
നമ്മൾ ആസ് എ ഗുഡ് മുസ്ലിം ആയിട്ട് ജീവിച്ചാൽ കുറെ മുസ്ലിംസ് ഉണ്ട്, ചില മുസ്ലിംസ് നിസ്കരിക്കൂല, അല്ലെ, ദേ ഡോണ്ട് പ്രേ, ഒന്നും ചെയ്യൂല, വെറുതെ പേരിന്റെ ഫാത്തിമയും ഐഷയും ഉണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ മുസ്ലിം ആയിട്ട് കാര്യമില്ല. നമ്മളൊരു ഗുഡ് മുസ്ലിം ആണെങ്കിൽ വി ഹാവ് ടു ബിലീവ് എല്ലാത്തിനും നമ്മൾ അള്ളാഹ് പറഞ്ഞ കാലം വിശ്വസിക്കണം. ചില ആൾക്കാർ പറയും എന്ത് ഖബറ്, എന്ത് ഡേ ഓഫ് ജഡ്ജ്മെന്റ്, അങ്ങനൊന്നും ഇല്ല. ശരിക്കും ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഇത്. അതുകൊണ്ട് നമുക്ക് എന്ത് വിഷമം വന്നാലും നമ്മൾ പറയും, ഓ അള്ളാഹ് ഈ വിഷമം ഈ ലോകത്ത് അണ്ടർഗോ ചെയ്ത് ആഖിറത്തിൽ നിനക്ക് നല്ലത് തരും. എത്ര പലസ്തീൻ കണ്ടില്ല വീഡിയോസ്, Yes, ma'am. പലസ്തീനിലെ ബോംബിട്ടത്. Yes, ma'am. Did anyone see those videos? Yes, ma'am. അങ്ങ് ബോംബിട്ട് എടുക്കുന്ന ആൾക്ക് പോലെ പറന്നുപോയി. അതെ, ഗസയില് ബോംബ് ഇടുന്നെല്ലാം കാണുന്നില്ലേ? ഇവരെന്തേ തെറ്റ് ചെയ്തിനാ? തെറ്റ് ചെയ്യാത്ത മക്കളല്ലേ കൊല്ലുന്നത്, ചെറിയ മക്കളെ ഉമ്മമാരെയല്ലേ കൊല്ലുന്നത്, ഫാമിലീസിനാ. അപ്പൊ അള്ളാഹ് അവർക്ക് ജസ്റ്റിസ് കൊടുക്കും. ദേ വിൽ ബി ഇൻ ജന്ന. അള്ളാഹ് വിൽ ഷുവർലി. നമ്മൾ വിചാരിക്കും അള്ളാഹ് അങ്ങനെ ചെയ്യുന്നത്, അള്ളാഹ് എന്താ ഇങ്ങനെ ചെയ്തത്, അള്ളാഹ്ക്ക് വിചാരിച്ചാൽ ഈ കൺട്രീനെ ഇതാക്കിക്കൂടെ, അങ്ങനെ നമ്മൾ ചിന്തിക്കും. ബട്ട് അള്ളാഹ് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ലോകം അവസാനിക്കുന്ന അടയാളങ്ങളാണ് ഇതെല്ലാം. കുറെ മുസ്ലിം രാജ്യങ്ങൾ നശിക്കും, ദെൻ പിന്നീട് മുസ്ലിംസ് ജയിക്കും, ലൈക്ക് ഫൈനൽ വിക്ടറി മുസ്ലിംസിനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എർത്ത് ക്വിക്സ് സംഭവിക്കും. യു റിമെമ്പർ ടർക്കി എർത്ത് ക്വിക്ക്? വലിയൊരു എർത്ത് ക്വിക്ക് സംഭവിച്ച ഓർമ്മയുണ്ടോ? Yes, ma'am. ഒരു 6 months back. Turkey and Syria also Morocco. അതെ, അപ്പൊ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് എർത്ത് ക്വിക്സ് വരും. അപ്പൊ ഇതെല്ലാം സൈൻസ് ഓഫ് ജഡ്ജ്മെന്റ്. നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് പോകുന്ന, അള്ളാനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന. ഇനി ദജ്ജാൽ വരുന്നുണ്ട്, ഇനി ഈസാ നബി വരുന്നുണ്ട്, ഇമാം മഹദി വരുന്നുണ്ട്, എന്തെല്ലാം ഇനി കാണാൻ കിടക്കുന്നു, അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും അള്ളാഹോട് ദുആ ചെയ്യാം, പേടിക്കണ്ട, ഇതെല്ലാം സംഭവിക്കും. ഓക്കെ, നമ്മൾ ദുആ ചെയ്യാം, അള്ളാഹുവേ നീ എന്നെ നമ്മൾ നേരായ മാർഗത്തിൽ നയിക്കാൻ. അതെല്ലാം അതിന്റെ ക്ലാസ്സിൽ പോയിക്കോളും, അതായത് അതിന്റെ രീതിയിൽ പോയിക്കോളും. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഓൾ ദോസ്. ടീച്ചറിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മള് അള്ളാഹു തന്ന ഈ ലൈഫിൽ നല്ല രീതിയിൽ ജീവിക്കാം. മനസ്സിലായി എല്ലാവർക്കും? യെസ്, നോ? ഓക്കെ, അത്രയും മതി, അത്ര മാത്രം മതി. നമുക്ക് വീടോണ്ട് നമ്മൾ എത്ര കാലം വരെ ജീവിക്കും നമുക്കറിയില്ല. അപ്പൊ ഗുഡ് തിങ്സ് ചെയ്യാ, ലീവ് ദ റെസ്റ്റ് ടു അള്ളാഹ്. നമ്മളിപ്പോ എക്സാമിന് പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകും, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല, അല്ലെ. ബട്ട് നമ്മൾ പഠിച്ചിട്ട് പോയത് കൊണ്ട് എന്താ സംഭവിച്ചേ, നമ്മൾ പാസ്സാവും. പഠിക്കാണ്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഫെയിൽ ആവൂലേ? എന്തായാലും ഫെയിൽ ആവും. പഠിക്കാണ്ട് പോയാല് 50-ൽ 2 മാർക്ക് 3 മാർക്കേ കിട്ടുള്ളൂ. പക്ഷെ പഠിച്ചിട്ട് പോകുമ്പോ നമുക്ക് അവിടെ നമ്മൾ ജയിക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാം, ഈ ലോകത്ത് നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ബിക്കോസ് വി നോ ദാറ്റ് ഒരു ദിവസം നമ്മൾ അള്ളാനെ കണ്ടുമുട്ടും, അല്ലെ. ആ സമയത്ത് അത് അള്ളാഹ് ഡിസൈഡ് ചെയ്തോളും. യു ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ എക്സാം പാസ്സായാല് ജന്നാലും എക്സാം ഫെയിലായാല് നരകത്തും, ജസ്റ്റ് പാസ്സായാല് രണ്ടിലും ഇടൂല. പിന്നെ എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ വിചാരിക്കണ്ട എല്ലാത്തിനും അള്ളാഹ് നമ്മൾ നരകത്തിലിടും. അള്ളാഹ് അങ്ങനെയല്ല. അള്ളാഹ് എല്ലാ കാര്യവും നോക്കും. നിസ്കാരം, ഓത്ത്, അത് മാത്രല്ല, അള്ളാഹ് വിൽ ചെക്ക് എവ്രിതിങ്. ഹൗ യു ബിഹേവ് ടു അതേഴ്സ്, ഹൗ യു ടോക്ക് ടു അതേഴ്സ്, നിങ്ങൾ നല്ല പേഴ്സൺ ആണോ, എല്ലാം നോക്കും. ഓക്കെ, ഡോണ്ട് തിങ്ക്. ടീച്ചറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ടീച്ചറിന്റെ ഫ്രണ്ട് പറയും, എടാ ഞാൻ എന്തായാലും നരകത്തിലാണ്. ഞാൻ പറഞ്ഞു, നീയാ അള്ളാഹ്? ഇഷി അള്ളാഹ് ടു ഡിസൈഡ് ദാറ്റ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഞാൻ എന്തായാലും നരകത്തിലാണ്. നമ്മൾ നെഗറ്റീവായിട്ട് അള്ളാഹുവിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അള്ളാഹ് ഈസ് മേഴ്സിഫുൾ, അർ-റഹ്മാൻ അർ-റഹീം. എല്ലാ ദിവസവും ഓതുന്നില്ലേ ഫാത്തിഹ? എന്താ പറയുന്നേ? കാരുണ്യവാനും കരുണാനിധി, അർ-റഹ്മാൻ അർ-റഹീം. സോ നമ്മൾ അത് പേടിക്കണ്ട. ഓക്കെ, നമ്മൾ എത്ര തെറ്റ് ചെയ്താലും സിൻസിയർ ആയിട്ട് അള്ളാഹുവിനോട് പൊറുക്കലും ചോദിക്കുക, അള്ളാഹു പുറത്തരും. ഒരു തെറ്റ് ചെയ്താൽ 2 നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയാൻ. നമ്മൾ തെറ്റ് ചെയ്തു പോയി, മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്താക്കും, അതിന് പകരമായിട്ട് 2 നല്ല കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സിലായി? അപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയൂലേ, അതുപോലെ ചിലപ്പോ അള്ളാഹു നമ്മളെ ഈ ചെറിയ ചെറിയ തെറ്റുകൾ മായ്ച്ചു കളയും. അങ്ങനെ അള്ളാഹ്ക്ക് വിചാരിച്ചാൽ എന്തും ചെയ്യും, അത്രയും പവർഫുൾ ആണ്. അപ്പോൾ ഓൾവേസ് ഹാവ് എ പോസിറ്റീവ് മൈൻഡ് അബൌട്ട് യുവർ ലോർഡ്. നിങ്ങളെ സൃഷ്ടിച്ചത് ഉമ്മാനെക്കാളും സ്നേഹാന്നാ പറയുന്നത്. നമ്മൾ ഉമ്മമാർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടല്ലേ, അതിനേക്കാളും ഇരട്ടി സ്നേഹം അള്ളാഹ്ക്ക് നമ്മളോട്. അതറിയോ? അപ്പോ
നമ്മൾ ചെയ്ത അമലുകള് ഏത് ദിവസം കൊണ്ടുപോക്ക്? അത് റൈറ്റ് ചെയ്യും. നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ബുക്ക് ഉണ്ടെന്നല്ല പറയുന്നത്, എഴുതി വെക്കും. അത് അവസാന നാളില് അത് ചെക്ക് ചെയ്യും. ലൈക്ക് മെഷർമെന്റ് എന്നെല്ലാം പറയൂലേ, ബാലൻസ്, അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അത് ഫൈനലി നമ്മള് അള്ളാഹു ഡിസൈഡ് ചെയ്യാം നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ. കുറെ സ്റ്റെപ്സ് ഉണ്ട്. അല്ല, അങ്ങനെ ഞാൻ കേട്ട് മൺഡേ തേഴ്സ്ഡേ അങ്ങനെ എന്തോ ഇല്ല, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ടീച്ചർക്ക് വായിച്ചിട്ടില്ല കേട്ടാ. നത്തിങ് ലൈക്ക് ദാറ്റ്. ഇഫ് ഐ കം അക്രോസ് ടീച്ചർ പറയാം. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പറ്റില്ലല്ലോ, ടീച്ചർ അങ്ങനെ വായിച്ചിട്ടില്ല. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ. എനിവേ വിൽ മൂവ് ഓൺ. ഇനി നമ്മൾ പഠിച്ചത് റോ, സീൻ, ഷീൻ, സ്വാദ്, ദ്വാദ്. ഈ ലെറ്റർ ഒന്നും എല്ലാരും പറഞ്ഞ ദ്വാദ്. നമുക്ക് ദ്വാദ് പറയല്ലേ, നമുക്ക് ഡോണ്ട് സേ ദ്വാ. ഈ സൗണ്ട് റോങ് ആണ് കേട്ടോ. ജസ്റ്റ് സേ ദ്വാദ്. നെക്സ്റ്റ് ലെറ്റർ ഇസ് നോക്കിയാ, ഇതാണ് this one. അടുത്ത ലെറ്റർ ഇതും നമ്മള് ചിലപ്പോ മിസ്റ്റേക്ക് ആക്കും. ഇങ്ങനെയാണ്. ദിസ് ഇസ് മദർസയില് ദ്വാദലും കറക്റ്റ്, പക്ഷെ മാത്രം തെറ്റിക്കും. ചില മദ്രസയിൽ കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കും കേട്ടാ. ഞാൻ പറയുന്നില്ല, നാട്ടിലെ എല്ലാ മദ്രസ അങ്ങനെയല്ല. അൽഫിത്ര സ്കൂളിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരെല്ലാ ലെറ്റേഴ്സും പഠിപ്പിക്കും. ഈ ലെറ്ററിന് എന്ന് പറയാം. അപ്പൊ ഏതെല്ലാം ഹെവി ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചത്? ഹ, സ്വാദ്, പിന്നെ ഹെവി ലെറ്റേഴ്സ്. യെസ്, അപ്പൊ ഈ ലെറ്റേഴ്സ് ആണ് ഹെവി. അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് ദിസ് വൺ ഇസ് എന്നെല്ലാരും പറഞ്ഞ അത് വരും. അത് ഇന്ന് എടുക്കുന്നില്ല, ഇന്ന് വൈനെ വരെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നെല്ലാരും പറഞ്ഞ നാവ് പുറത്തായിരിക്കണം. And it should touch the tooth. Okay? അടുത്ത ലെറ്റർ നോക്കിക്കോ. ഐൻ. തൊണ്ടന്റെ മിഡിൽ പാർട്ടിന് വരുന്ന പോലത്തെ സൗണ്ട് ആണ്. നമുക്ക് വോമിറ്റിംഗ് വരൂലേ ചിലപ്പോ, വോമിറ്റിംഗ് സെൻസേഷൻ. ആ സമയം എങ്ങനെ വരാ? ഇങ്ങനെ ഓക്കാനിക്കുന്ന പോലത്തെ ശബ്ദമില്ല. പക്ഷെ ദിസ് ഇസ് എ ലൈറ്റ് ലെറ്റർ. ശ്രദ്ധിക്കണേ. ഐൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ. ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ടുള്ള നെക്സ്റ്റ് ലെറ്റർ ഗൈനാണ്. വായിൽ വെള്ളം കൊപ്പിക്കുന്ന ശബ്ദം. ഓക്കെ, ഹെവി ലെറ്റർ. ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. സോ ഐ വാണ്ട് യു ഓൾ ടു റിപ്പീറ്റ് വിത്ത് മീ. ഓക്കെ, അലിഫ്, ബാ, താ, ജീം, ഹാ, ഖാ, ദാൽ, സാൽ, റാ, സാ, സീൻ, ഷീൻ. ഷീന് ടീച്ചർ പറഞ്ഞിട്ടില്ല അല്ലെ? ഷീനും ലൈറ്റ് ലെറ്റർ ആണ്, ഈസി ആണ്. SH സൗണ്ട് കേട്ടാ. ഷീൻ. സ്വാദ്. നെക്സ്റ്റ് ലെറ്റർ നോക്ക്.
ضو നമുക്ക് ഇത് നോക്കിയേ സോ എന്നാണ്. സോ, ضو ഐൻ. عين അപ്പൊ ഐൻ എന്ന് പറയുമ്പോ തൊണ്ടന്റെ മിഡിൽ പാർട്ട് വരുന്ന പോലെ ആവണം. ഐൻ. And today's last letter is ഗൈൻ. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, നാളെ ടീച്ചർ എല്ലാരും കൊണ്ടും ഫുള്ളും വായിപ്പിക്കും കേട്ടോ, അലിഫ് തൊട്ട് ഗൈന് വരെ. ഓക്കെ ഡിയേഴ്സ്, ടീച്ചറിന്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ശരിക്കും? Yes, ma'am. ഓക്കെ ഓക്കെ ഡിയേഴ്സ്, എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചോദിച്ചോ കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, എന്നാ പിന്നെ നമുക്ക് ദുആ പറയാം. سبحانك സുബ്ഹാനക്കല്ലാഹുമ്മ اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത أنت أستغفرك وأتوب إليك. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഓക്കെ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وبركاته.